ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ? മനുഷ്യത്വം നഷ്ടമായിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ഈ കഥ. ഈ കഥ അവസാനം വരെ കാണണേ. എന്ന കഥയിലേക്ക് കടക്കാം. വഴിയരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു തുണ്ട് കടലാസിൽ ഒരു കുറിപ്പ് എഴുതി കെട്ടി തൂക്കിയിരിക്കുന്നു. സ്വാഭാവികമായും എല്ലാവരും അത് വായിക്കുന്നുണ്ട്. ചിലർ അത് വായിച്ച് എതിർദിശയിലെ ഊടുവഴിയിലൂടെ നടക്കുന്നു. എന്തായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്? നോക്കിയിട്ട് തന്നെ കാര്യം. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ണ് ശരിക്കും കാണാത്തതുകൊണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലാത്തതിനാൽ അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ വഴി ഒരു സൈക്കിൾ ചവിട്ടി ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചിട്ട് പറയുമോ? അങ്കിൾ, ഇവിടെ അടുത്ത് ഒരു കാഴ്ച കുറവുള്ള ഒരു വൃദ്ധയായ അമ്മൂമ്മയുടെ 50 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന വിലാസത്തിൽ എത്തിച്ചു കൊടുത്താൽ വലിയ ഉപകാരമാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അങ്കിൾ, ബൈ എന്ന് പറഞ്ഞ് ആ മോള് യാത്രയായി. അതിലെഴുതിയ വിലാസം തേടി ആ ഊടുവഴിയിലൂടെ കുറച്ചു ദൂരം നടന്ന് 1-2 പേരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വൃദ്ധ അവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒടുവിൽ ആ കൂരയ്ക്ക് മുന്നിലെത്തി. ഒറ്റ മുറിയുള്ള ചായ്പിൽ വ്യക്തമായ കാഴ്ചയില്ലാത്ത എല്ലും തോലുമായി ഒരു മനുഷ്യക്കോലം. പെരുമാറ്റ ശബ്ദം കേട്ടിട്ടാകാം. ആരാ? അമ്മേ, എനിക്ക് വഴിയിൽ നിന്നും ഒരു 50 രൂപ വീണ് കിട്ടിയിട്ടുണ്ട്. അത് നൽകുവാൻ വന്നതാണ്. ഉടനെ അവർ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇന്നലെയും ഇന്നുമായിട്ട് 30ഓളം ആളുകൾ 50 രൂപ വീണു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ അങ്ങനെ ഒരു എഴുത്തും എഴുതിയിട്ടില്ല. എനിക്ക് എഴുതാനും അറിയില്ല. കളഞ്ഞു പോകാൻ എൻ്റെ കയ്യിൽ 50 രൂപയും ഉണ്ടായിരുന്നില്ല. സാരമില്ല, ഇത് വെച്ചോളൂ. മോനെ, പോകുന്ന വഴിക്ക് ആ എഴുത്ത് കീറിക്കളയണേ. ആ ശരി. തിരിച്ചു പോരുമ്പോഴും മറ്റൊരാൾ ആ കുറിപ്പ് വായിച്ച് വിലാസം ചോദിച്ചറിഞ്ഞ് കാണാനായി ആ വൃദ്ധയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കീറിക്കളയുവാൻ എല്ലാവരോടും ആ വൃദ്ധ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ അതിന് മുതിരുന്നില്ല. നന്മകൾ മരിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കുറിപ്പ് എഴുതിയ വ്യക്തി എത്ര വലിയവൻ! ഒരു തുണ്ട് കടലാസും ഒരു തുള്ളി മഷിയും. എത്ര മഹത്തായ കാര്യമാണ് ചെയ്തത്! നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സാധ്യതകൾ അനേകമുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.